ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷം പ്രാപിക്കുവാൻ കഴിയും? പുറമേയുള്ള സന്തോഷമല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ സന്തോഷം ഉണ്ടാക്കിയെടുക്കുവാനും ആ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കുവാനും കഴിയുക? ആമേൻ. വേദപുസ്തകം നാം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനിടയായിത്തീരും. എങ്ങനെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്, സന്തോഷം അനുഭവപ്പെടുന്നത്? യേശു കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ദൈവമാണ്. എന്നാൽ അതിൽ ഒരു വചനം നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, സദൃശവാക്യങ്ങൾ 12:20. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. അതെ, സന്തോഷം പ്രാപിക്കുവാനുള്ള ഒരു മാർഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്താണ്? സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷം ഉണ്ട്. ആരാണോ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, സമാധാനപരമായ ഒരു കാര്യങ്ങളെ, സമാധാനപരമായ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നും സമാധാനത്തെക്കുറിച്ച് മാത്രം ഒരു പീസ്ഫുൾ മൈൻഡോടെ ആരാണായിരിക്കുന്നത്, അവർക്ക് സ്തോത്രം, അവർ ആഗ്രഹിക്കാതെ തന്നെ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കാതെ തന്നെ അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും. എന്നാൽ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ സന്തോഷമല്ല, ചതിവാണുള്ളത്. സ്തോത്രം. ചതിവെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ല. സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ആ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും. കാരണം നിരൂപിക്കുന്നത് അത്രയും ദോഷമാണ്. മറ്റുള്ളവർക്ക് ദോഷം വരണം എന്നുള്ള കാര്യങ്ങളെ നിരൂപിച്ചിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരിക്കലും അവർക്ക് ആ സന്തോഷം പ്രാപിക്കുവാനോ അനുഭവിക്കുവാനോ കഴിയത്തില്ല. എന്നാൽ ആരാണോ നമുക്കും മറ്റുള്ളവർക്കും എപ്പോഴും സമാധാനം ആവശ്യമാണ്, സമാധാന അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കോ ആലോചിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. ഇതിനൊരു ഭയങ്കര ഒരു ഉദാഹരണമാണ് ശൗലും ദാവീദും. നമുക്കറിയാം, ശൗലിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചതിവുണ്ടായിരുന്നു, ദോഷമുണ്ടായിരുന്നു. എപ്പോഴും ദാവീദിനെ കുറിച്ച് ദോഷം നിരൂപിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ശൗൽ എങ്ങും സന്തോഷിച്ചതായി നമുക്ക് കാണുന്നില്ല. എന്നാൽ ദാവീദോ താൻ എപ്പോഴും സമാധാനം അന്വേഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഒരിക്കലും ശൗലിനോട് എതിർക്കുവാനൊന്നും കടന്നുപോയില്ല. സ്തോത്രം. സമാധാനപരമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവനായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദിൻ്റെ പല സങ്കീർത്തനങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഞാനോ യഹോവയിൽ ആനന്ദിക്കും, സന്തോഷിക്കും. ഒരു ഉദാഹരണം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 4-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 7-ാം വചനം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അവർക്കുണ്ടായതിലും ആർക്കാണ്? അതിൻ്റെ 6-ാം വചനത്തിൽ നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. സ്തോത്രം. അപ്പോൾ ഞെരുക്കത്തിലും പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോഴാണ് ദാവീദ് സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ 2-ാം വചനത്തിൽ വായിക്കുന്നു, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും. അപ്പോൾ തന്നെ അപമാനിക്കുകയും സ്തോത്രം, വ്യാജം അന്വേഷിച്ച് തന്നെ കുറ്റക്കാരനാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, അതുപോലെ നിനക്ക് ആരിന് നന്മ കാണിക്കും എന്ന് പറയുന്നവർക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അവർക്ക് ധാന്യം വീഞ്ഞു വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയിൽ അവർ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അല്ലാതെ അവർക്ക് സന്തോഷമില്ല. കാരണം അവർ ദോഷമാണ് നിരൂപിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ ചതിവേ ഉള്ളൂ. എന്നാൽ ഇവിടെ 7-ാം വചനത്തിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവം ദാവീദിൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ആ സന്തോഷം നൽകപ്പെട്ടത്? എങ്ങനെയാണ് ആ സന്തോഷം അനുഭവിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. ആരെല്ലാം അപമാനിച്ചാലും നിന്ദിച്ചാലും പഴിച്ചാലും തള്ളിയാലും ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും വെടക്കം തന്നെയാലും പരിഹസിച്ചാലും അവരോട് അതുപോലെ തന്നെ പ്രതികരിക്കാതെ അവർക്കും നാം സമാധാനം അന്വേഷിച്ച് സമാധാനം ആലോചിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിടെയാക്കി തീർക്കും. ആയതിനാൽ ഈ നാളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എപ്പോഴും സമാധാനം മാത്രം ആലോചിക്കാം. ദോഷ നിരൂപണങ്ങളൊക്കെ വിട്ടുകളഞ്ഞ്, ചതിവും വഞ്ചനയൊക്കെ വിട്ടുകളഞ്ഞ് സമാധാനം ആലോചിക്കാം. സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തിൽ
നിലനിൽക്കാം. ആമേൻ. ഈ ഭൂമിയിലുള്ള സന്തോഷം മാത്രമല്ല, നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ, ദോഷം നിരൂപിക്കുന്നവർക്ക് ചതി കൊണ്ട് കർത്താവ്, ഞങ്ങളുടെ ശത്രുക്കൾ, ഞങ്ങൾക്ക് ശത്രുക്കളെന്ന് തോന്നുന്നവരെ കുറിച്ചോ അപ്പാ സ്തോത്രം, ആരെക്കുറിച്ചും ദോഷം നിരൂപിക്കാതെ കർത്താവ്, ചതി ഉളവാക്കാതെ എല്ലാവരോടും സമാധാനം ആചരിച്ച് സമാധാനം മാത്രം ആലോചിച്ച് കർത്താവ് അപ്പാ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുന്ന സന്തോഷം അനുഭവിച്ചു കൊണ്ട് ഒരു നാട് സന്തോഷത്തോടെ ജീവിപ്പാൻ എൻ്റെ കർത്താവ് സഹായിക്കുന്നതിനാൽ സ്തോത്രം. ധാന്യവും മീഞ്ഞും വർദ്ധിക്കുമ്പോഴും സന്തോഷമല്ല. അതേ നാഥ, ആമേൻ, ഹബക്കൂക്ക് പറയുന്നത് പോലെ ആമേൻ, സ്തോത്രം സ്തോത്രം. അത്തിവൃക്ഷം കായ്ച്ചില്ലെങ്കിലും ആമേൻ, ഗോശാലകൾ ആടുകളില്ല എങ്കിലും ഏത് സാഹചര്യത്തിലും യഹോവയിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങ് ഞങ്ങളെ തക്ക സമയത്ത് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എപ്പോഴും സമാധാനം ആലോചിച്ച് സന്തോഷം പ്രാപിച്ച കർത്താവ്, ക്രിസ്തുവിനൊരു ജയജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മാത്രമല്ല, നിത്യസന്തോഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാൻ ഞങ്ങളെ തന്നെ കർത്താവ് താഴ്ത്തി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.